ശശിയായി പോവുക എന്നുള്ള ഒരു സിനിമ ഡയലോഗുണ്ട്. ശശിയായി പോകുക എന്നുള്ളതിന് പഴയ കാലത്ത് ചമ്മിപ്പോവുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ശശിയായി പോവുക എന്നുള്ള പ്രയോഗങ്ങളാണ് ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വിഷയം പറയാൻ കാരണം UDFനെ സഹായിക്കാൻ അജണ്ടയുമായി കാത്തിരുന്ന ഒരു വിഭാഗം മാപ്രകൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി LDFന്റെ കൺവീനറുടെ പ്രസ്താവന. ഇന്നലെ വൈകിട്ട് LDFന്റെ യോഗം കഴിഞ്ഞപ്പോൾ LDF വലിയ തോതിൽ UDFനെ സഹായിക്കാനുള്ള പുതിയ അജണ്ടകളുമായി രംഗത്ത് വരാനും അതിൻ്റെ വാർത്തകൾ പടയ്ക്കാനും ഇവർ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ തകർന്ന് തരിപ്പണമായി. കാരണം LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ സംശയത്തിന് ഇട നൽകാതെ കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ ADGP വിഷയത്തിൽ പുകമ്പറയ്ക്ക് സാധ്യത തേടിയവർ നിരാശരാകുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ADGP ഉടൻ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ ഇവരുടെ ലക്ഷ്യം, അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരൽ എന്നല്ല, സർക്കാരിനെതിരെ ദുഷിപ്പ് പ്രചരിപ്പിക്കലാണ് ഇവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ EP ജയരാജൻ ജാവദേക്കറെയും ഷിബു ബേബി ജോൺ മോദിയെയും കണ്ടത് ADGP വിഷയവുമായി തുലനം ചെയ്തത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ്. അതായത് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കണ്ടത് വിവാദമാകാൻ കാരണം ഗുജറാത്ത് മികച്ച വികസന മാതൃകയാണെന്നും കേരള അവ നടപ്പാക്കണമെന്നുള്ള പ്രസ്താവനയോടെയാണ്. അന്ന് വിമർശിച്ചവരിൽ വയലാർ രവിയും KC വേണുഗോപാലുമുണ്ട്. എന്നാൽ ADGPക്ക് സർക്കാരിൻ്റെ നയപരിപാടി തീരുമാനിക്കുന്നതിൽ യാതൊരുവിധ പങ്കുമില്ല. ക്രമസമാധാന പാലന ചുമതലയുള്ളയാൾ RSS നേതാക്കളെ എന്തിനെ കണ്ടു എന്നുള്ളത് പക്ഷേ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. ഇതിൻ്റെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ അത് അന്വേഷിക്കുന്നത്. ADGPയെ സംരക്ഷിക്കാനല്ല ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടന്നത്. അന്വേഷണ റിപ്പോർട്ടിൽ മേൽ നടപടിയെടുക്കുക എന്ന ഏറ്റവും ജനാധിപത്യപരമായ നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചത്. ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, കൂട്ടായ തീരുമാനമെടുത്തു. ഇതോടെ തങ്ങളുടെ അജണ്ട മുന്നണി തീരുമാനിക്കണമെന്ന മാധ്യമങ്ങളുടെ വാശി വെറും ആഗ്രഹം മാത്രമായി മാറി. അസംബന്ധ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടിട്ടും ഈ പറയുന്ന മാപ്രകൾ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു. മാധ്യമങ്ങൾ LDF സർക്കാരിനും CPMനുമെതിരായി അസംബന്ധങ്ങൾ പടച്ചുവിടുകയാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഓരോ വാർത്ത സൃഷ്ടിക്കും, അതിനനുസരിച്ച് സർക്കാർ നീങ്ങിയില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന ചർച്ച സംഘടിപ്പിക്കും. ഇത്തരം ചർച്ചകൾക്ക് പാർട്ടി നിന്നു കൊടുക്കില്ല. പാർട്ടിക്കും സർക്കാരിനും പ്രതിസന്ധി ഒന്നുമില്ല. മാധ്യമങ്ങൾക്കാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ RSS നേതാക്കളെ കണ്ടുവന്ന പ്രചാരണം ശുദ്ധ അസംബന്ധവും കള്ളത്തരവുമാണെന്ന് MV ഗോവിന്ദൻ പ്രസ്താവിച്ചിരുന്നു. ഇത്തരം അസംബന്ധ പ്രചാരണം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും താക്കീത് നൽകുകയും ചെയ്തു. അതായത് ADGP MR അജിത്കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണത്തിൻ്റെ കാലാവധി 30 ദിവസം, അതായത് 1 മാസം ആണ് ഉള്ളത്. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അത് പരിശോധിച്ച് സർക്കാർ നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പോലീസിൻ്റെ മീറ്റിങ്ങിനിടയിൽ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിനിടയിൽ തന്നെ പരസ്യമായി തന്നെ പൊതുജനങ്ങൾ കേൾക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ MLA പരാതി ഒന്നും എഴുതി നൽകിയിട്ടില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് അറിയിച്ചു. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുന്നുണ്ട്. LDF ഒറ്റക്കെട്ടായാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എന്നാൽ ഈ പ്രശ്നങ്ങളും ഈ പറയുന്ന കാര്യങ്ങൾ LDF കൺവീനർ TP രാമകൃഷ്ണനും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിട്ടും പലർക്കും ഇരിക്കപ്പെടുത്തിയില്ല. VD സതീശനെയും മറ്റും എഴുന്നള്ളിച്ചുകൊണ്ട് പുതിയ പ്രസ്താവനകളും പുതിയ കഥകളും മെനയാനുള്ള തിരക്കിലാണ് ഈ പറയുന്ന വലതുപക്ഷ ബൂർഷ മാധ്യമങ്ങൾ. ഇവർക്കാണെങ്കിൽ ശരിക്കും പിണറായിയുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടിയെക്കുറിച്ച് ഇവർക്കൊരു ചുക്കും അറിയില്ല. എന്നിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ സംഭവങ്ങൾ സ്രാവുകളെ തിരിഞ്ഞ് മാധ്യമങ്ങൾ ഓടുമ്പോൾ യഥാർത്ഥ വസ്തുതകളും നാട്ടിലെ വിലക്കയറ്റവും മറ്റു പ്രശ്നങ്ങളും മനുഷ്യൻ്റെ അടിയന്തരമായ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്ക് വർധന അടക്കമുള്ള വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഇവർ ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളുടെ പിന്നാലെ ഓടി ഒരു പ്രത്യേക അജണ്ട തീർക്കലാണ് ഇവരുടെ ലക്ഷ്യം.